അല്ലേ ശരിക്കും ഇത്തവണത്തെ മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഫിനാലേക്കൊക്കെ പന്തിൻ സഖാവിന് വേറെ ഒന്നിനും സമയം കിട്ടത്തില്ല. 32 രാജ്യങ്ങളിൽ നിന്ന് 48 രാജ്യങ്ങളായിട്ട് കൂടി മത്സരങ്ങളുടെ എണ്ണം 40 ആയിട്ട് കൂടി. 2002 2 രാജ്യങ്ങളിലായിട്ട് മത്സരം നടന്നു, കൊറിയയിലും ജപ്പാനിലായിട്ട്, ഇപ്പൊ 3 രാജ്യങ്ങളിലായിട്ട്. അത് തന്നെയല്ല, മെക്സിക്കോ 3-ാം തവണയാണ് വേൾഡ് കപ്പിന് പിന്നെ ആതിഥേയത്വം വഹിക്കുന്നത്. അതും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യം 3 തവണ ആതിഥേയത്വം. അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട്. ഏത് ടീമിനോടാ നമുക്ക് ഉള്ളിൽ ആരാധന? ഞാൻ പണ്ട് മുതലേ അർജന്റീന, ഒരു ബ്രസീലായി. ഞാൻ പണ്ട് മുതലേ നെതർലൻഡ്സിന്റെ ആരാധകനാണ്. നെതർലൻഡ്സിന്റെ ആരാധകനാണ്. അവർക്ക് പക്ഷെ ഒരു സാധ്യതയൊന്നും ഇല്ലല്ലോ. സാധ്യത പറയാൻ പറ്റത്തില്ല. 3 തവണ ഫൈനലിൽ കടന്ന ടീമാണല്ലോ. അവർക്കൊരു സാധ്യത ഉണ്ടോ നെതർലൻഡ്സിന്? ഇത്തവണത്തെ വേൾഡ് കപ്പിൽ ഒരു വല്ലാത്ത കളിയാണ്. പഴയ കളിയല്ല. എല്ലാ ടീമുകളും ഇപ്പൊ നന്നായി കളിക്കുന്ന ടീമുകളാണ്. കാരണം അവരൊക്കെ ഉന്നം വേൾഡ് കപ്പ് തന്നെയാ. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു എഴുതിത്തള്ളാൻ പറ്റില്ലാത്ത കാര്യം ഈ പറഞ്ഞ 3 തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ ഇത് ഇത്തവണ അടിക്കാൻ പറ്റിയ നല്ലൊരു ടീം അവർക്ക് ഉണ്ട് എന്നതന്നെ. ഫ്രാങ്കി ഡിയോങ്ങും വിർജിൽ വാൻ ഡൈക്കും അടക്കമുള്ള ഒരു പിടി പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. അപ്പൊ ഇത്തവണ എഴുതിത്തള്ളാനാവില്ല. യൂറോപ്പിലെ ഒരു ഗംഭീര ഒരു ടീം തന്നെയാണ്. അപ്പൊ ഒരു സാധ്യതകൾ ഇപ്പൊ നമ്മൾ ഈ സാധ്യതയുണ്ട്.